വിനായകന് ഒരു ഷഡ്ഡി പോലും മേടിച്ചു കൊടുക്കാത്ത പോലീസ് രാഹുലിന്റെ പാൽപാത്രം എടുത്തുകൊണ്ടുപോയത് എന്തിന്? അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഡാൻസർ തമ്പിയുടെ ദ ഗ്രേറ്റ് ടെയർ എസ്കേപ്പിന് ശേഷം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന ഒരു പരിപാടി കണ്ട് നാട്ടുകാർ ചിരിച്ചത് ഇന്നാണ്. AKMA എന്നുവെച്ചാൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പാലും പാത്രവും ഫ്ലക്സ് ബോർഡും കന്റോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസും സംയുക്തമായി ഓപ്പറേഷൻ പാലും പാത്രം എന്ന ഐതിഹാസിക പരിപാടിയിലൂടെ ചുമന്നുകൊണ്ടുപോകുന്നത് കണ്ടിട്ടാണ് അവർ കൊടുകൂടാ ചിരിച്ചത്. കൊടിയ പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന പുരുഷ കേസരികൾക്കും പുരുഷ കമ്മീഷൻ വേണമെന്ന് ഉദ്ഘാടകനായ രാഹുൽ ഈശ്വർ പറഞ്ഞത് കാമ്പുള്ള കാര്യമാണെങ്കിലും ഇരന്തുപോയ നമ്മുടെ ഭസ്മം സ്വാമിയെ അനുസ്മരിപ്പിക്കുമാർ മുടിയും ഫിറ്റ് ചെയ്ത് നടക്കുന്ന അജിത് കുമാറിനെ കണ്ടപ്പോഴാണ് ജനങ്ങൾ ചിരിച്ചുപോയത്. ഓടുന്ന വാഹനത്തിൽ പെൺകുട്ടിയുടെ അടുത്തിരുന്ന് സ്വയംഭോഗം ചെയ്ത സവാദ് എന്ന ഞരമ്പൻ പോലീസ് പിടിയിലാകുകയും റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സവാദിന് ജയിലിന്റെ മുന്നിൽ സ്വീകരണം കൊടുത്തതോടെയാണ് മുടിയൻ അജിത്തിന്റെ സംഘടനയും മാധ്യമ ശ്രദ്ധ നേടുന്നത്. പിന്നീട് എന്ത് ഞരമ്പ് പ്രശ്നങ്ങളുണ്ടെങ്കിലും മുടിയൻ ചാടിപ്പിടിക്കും. ബോബി ജയിൽ മോചിതനായപ്പോഴും സ്വീകരണമായി മുടിയനും സംഘവും അവിടെ എത്തിയിരുന്നു. ഷാരൂൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിൽ പുരുഷന്മാരുടെ സംഘടനയായ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിക്കുമെന്നും കേസിൽ വിധി പറഞ്ഞ ജഡ്ജി AM ബഷീറിന്റെ കട്ടൗട്ടിൽ ഇന്ന് പാലഭിഷേകം നടത്തുക മാത്രമല്ല പടക്കം പൊട്ടിച്ചും അസോസിയേഷൻ ആഘോഷം നടത്തും എന്ന് തലേദിവസം തന്നെ മാധ്യമങ്ങൾക്ക് പത്രക്കുറിപ്പ് നൽകിയിരുന്നു. ഇന്ന് രാവിലെ 11:30 സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു പരിപാടി ഒരുക്കിയിരുന്നത്. രാഹുൽ ഈശ്വറിനെയാണ് ഉദ്ഘാടകനായി പ്രഖ്യാപിച്ചിരുന്നത്. വിധിയെ എതിർത്ത റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷയ്ക്കെതിരെയുള്ള പ്രതിഷേധവും കോലം കത്തിക്കലുമെല്ലാം പദ്ധതിയിലുണ്ടായിരുന്നു. എന്നാൽ പരിപാടി തുടങ്ങാറായപ്പോൾ കന്റോൺമെന്റ് CIയുടെയും മ്യൂസിയം SIയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഘാടകർ കരുതിയിരുന്ന ജസ്റ്റിസ് AM ബഷീറിന്റെ കട്ടൗട്ടറും പാലഭിഷേകത്തിന് കൊണ്ടുവന്ന പാലും പാത്രവും പോലീസ് പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ടും ആവേശം ഒട്ടും ചോരാതെ അവർ പാലഭിഷേകം നടത്തിയില്ലെങ്കിലും പാൽപ്പായസം പോലൊരു പ്രസംഗം നടത്തി. ആ ദൃശ്യങ്ങളിലേക്ക്. നിലവില് ഇവിടെ പാലഭിഷേകം പാടില്ല, പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നാണ് കൺട്രോൾമെന്റ് സർക്കിളും മ്യൂസിയം SIയുമായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞങ്ങളിവിടെ കട്ടൗട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതിവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ പോലീസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ. നമ്മളവരെ ധിക്കരിക്കുകയാണോ? ഇനി വിദ്വേഷ പ്രസംഗം ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദ്വേഷ പ്രസംഗം പാടില്ല എന്നുള്ള രീതിയിലാണ്. അത് നമ്മുടെ ഇതിന്റെ ഉദ്ഘാടകനായിട്ടുള്ള രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. വിദ്വേഷ പ്രസംഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടായിരിക്കും ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം നടത്തുന്നത്. അത് എപ്പോഴും എവിടെ നടത്തിയാലും സമാധാനപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സാമൂഹിക നിരീക്ഷകനായിട്ടുള്ള നമ്മുടെ രാഹുൽ ഈശ്വർ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പോൾ അറിഞ്ഞതിൽ സൂചിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടെ ആരും ആരുടെയും കോലം കത്തിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തണമെന്ന് ഇവർ പറയുന്ന ലെജിറ്റിമേറ്റ് ആയ ഒരു ഡിമാൻഡ് അല്ലേ? അതായത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം AKMA എന്ന് പറയുന്ന ഒരു സംഘടന കൺസീവ് ചെയ്തത്. അപ്പോ യാതൊരു രീതിയിലും പ്രകോപനമില്ലാത്ത ഒരുപാട് പേർ, ഞങ്ങളുടെ അക്കം ശ്രീ അജിത് കുമാർജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരെ പേരെടുത്ത് പറയാൻ തെറ്റൊന്നുമില്ല. കമാൽ പാഷ സാർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, പകരം ബഷീർ സാറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത്? ഇനി ഞാൻ ഒരു കാര്യം വളരെ വിനയത്തോട് ചോദിച്ചോട്ടെ, രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ അജിത് കുമാർജിയോ ജീമോൻജിയോട് ആരെങ്കിലും നാളെ ഈ ഷാരൻ ഗ്രീഷ്മയെ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് TVയിൽ വന്നിരുന്ന് സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിലിടില്ലേ? നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും, എല്ലാ ചാനലിലും ഇവിടുന്ന് പറയുകയാണ്, ഗത്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ്. ഷാരൻ യഥാർത്ഥത്തിൽ പുണ്യാളനൊന്നും അല്ലല്ലോ. ഷാരൻ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ്, മരിച്ചൊരാളെ അവഹേളിക്കുകയാണ്. മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു? ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരൊറ്റ ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ? TVയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൻ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി. ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു, കോർണർ ചെയ്തു. നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ,
അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയണല്ല, നിങ്ങളെല്ലാം TV ചാനലിൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു. ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ നിൽക്കുന്ന AKMക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ, ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല. എന്ത് ന്യായമാണുള്ളത്? പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ, അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത്, സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം 11 ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ, ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത്, തടയുന്നത് പുരുഷവിരോധമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൗട്ട് എടുത്തോണ്ട് പോയി ഒരു ജഡ്ജിയുടെയാണ്. ഒരു ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി, പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൗട്ടും കൊണ്ടുപോയി. ഈ നാട്ടിലെ പുരുഷവിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു. ഇന്നലെ അജിത് കുമാർജിയോടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് MLA കണ്ടു. എൽദോസ് MLAക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു. വനിതാ കമ്മീഷൻ പോലെ, യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു. അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല. ഇന്ന് വളരെ ജെന്യുവിനായി ഒരു ജഡ്ജിയുടെ, അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും? അപ്പോ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താൽ മതി. രണ്ട്, എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി, എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും, ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരെന്ന് വിളിക്കില്ല. പക്ഷേ ജഡ്ജി ആയിരുന്ന, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ TVയിലിരുന്ന് പറയാണ്. കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ്. ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു, ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു, അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നുവെന്ന്. ഇത് നേരെ തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുമായിരുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട്. പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല. ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല. ഞാനിപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി, സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നില്ല, പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല, പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത്? ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇവിടെ കൂടിയിരിക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത്, ഈ കട്ടൌട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ ഒരു FIR ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇവിടെ കട്ടൌട്ട് എടുത്തുകൊണ്ട് പോകാൻ കാണിച്ച ആർജവം, ഇവിടെ കട്ടൌട്ട് എടുത്തോണ്ട് പോയി, പാലെടുത്തോണ്ട് പോയി, ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ കാണിച്ച നോട്ടീസ് സന്തോഷമായി. അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല. ഇന്നേവരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല. ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത്. ഇതേപോലൊരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് അതിശക്തമായ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത്. AKMA പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത്, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ, വേറൊരു രീതിയിൽ മനസ്സിലാക്കത്തില്ല. ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് എന്ത് അർത്ഥത്തിലാണ്? ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട്, നമ്മുടെ വിജയുടെ സിനിമ വരുമ്പോ ഒക്കെ നടത്താറില്ലേ? ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ? ഒന്നുമില്ല, ഒരു പാലഭിഷേകം നടത്തുകയാണ്, അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണും എന്നവർ മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും. പിന്നെ നമ്മളിപ്പോ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു തൂക്കുകയർ കൊടുത്തതിലുള്ള ഒരു സന്തോഷം. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല. അപ്പോൾ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും. രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മളെ കമാൽ പാഷ സാറ് വളരെയധികം മോശമായിട്ടുള്ള കമന്റുകൾ ഷാരോണിനെതിരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളതൊരു ശക്തമായ പ്രതിഷേധം. അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല.
ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം. സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ. നമ്മുടെ കുഞ്ഞു മക്കളാണ്. അതാദ്യം നമ്മൾ നോക്കണം. കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ്. എന്തുകൊണ്ടാണ്? ഇവിടത്തെ നിയമത്തിന്റെ സംരക്ഷണമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് മാറിക്കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ്. കാര്യം എനിക്കൊരു മകളുണ്ട്. ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ പെൺപിള്ളേർക്ക് ഇങ്ങനെ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും തെറ്റിലേക്ക് പോകും. നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല? പുരുഷന്മാർ ചെയ്യാത്തതിന്റെ കാരണം നമുക്കെതിരെ ഒരു നല്ലൊരു കേസുണ്ടാവും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും, പിന്നെ ജീവിതകാലം ജയിലിടിഞ്ഞാൽ പോലും വെളിവരില്ല. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകാത്തത്. ഇത് സ്ത്രീകൾക്കിനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ്. ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് പറഞ്ഞ നടിയുടെ പരാതിയിൽ മണിക്കൂറുകൾക്കുള്ളിൽ ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡിൽ വിട്ടു. ലോക ജനതയെ മുഴുവൻ മുണ്ടുപൊക്കി കാണിച്ച് തന്റെ നഗ്നത വെളിവാക്കിയ വിനായകൻ എന്ന ആഭാസനെതിരെ വനിതകളാരും പരാതി കൊടുക്കാത്തത് കൊണ്ടാവണം പേരിന് ഒരു പെറ്റി കേസ് പോലും എടുത്തില്ല. അതൊക്കെ പോട്ടെ, ഒരു ജട്ടി പോലും അവർ മേടിച്ചു കൊടുത്തില്ല പോലീസ്. ഈ കൊടിയ ആഭാസത്തരങ്ങൾക്കെതിരെ എല്ലാം കണ്ണടയ്ക്കപ്പെടുമ്പോഴാണ് വളരെ നിരുപദ്രവമായ രീതിയിൽ അല്പം പാലഭിഷേകം നടത്തി പ്രതിഷേധിച്ചു കളയാം എന്ന് കരുതി വന്ന മുടിയന്റെയും സംഘത്തിന്റെയും പാൽപാത്രം പോലീസ് തൂക്കിക്കൊണ്ടുപോയത്. നിങ്ങളോട് ഇതിനൊക്കെ ദൈവം കണക്ക് ചോദിക്കും. പോലീസെ, ദൈവം കണക്ക് ചോദിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.